ഓം ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുഭ്യോ നമഃ. ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ വ്യാസമഹർഷിയുടെ അസന്തുഷ്ടിയെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഋഗ്വേദത്തിന്റെ പാണ്ഡിത്യമുള്ളവനും മഹർഷിമാരുടെ നേതാവുമായ ശൗനക മഹർഷി സൂത പൗരാണികനോട് ഈ ഭഗവത് സംബന്ധമായ കഥ എവിടെ, ഏത് യുഗത്തിൽ, എന്ത് കാരണം കൊണ്ടാണ്, ആരുടെ പ്രേരണയാൽ ആണ് വ്യാസമുനി ഈ സംഹിത ഉണ്ടാക്കി എന്നൊക്കെ ചോദിക്കുന്നു. ആദ്യം സുതൻ അവിടെ ശുകന്റെ മഹത്വം പറയപ്പെടുന്നു. അതായത് വ്യാസനും പുത്രനായ ശുകനും സരസിന്റെ തീരത്തുകൂടി കടന്നു പോകുമ്പോൾ സരസിൽ കുളിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾ വസ്ത്രധാരണം ചെയ്ത് വ്യാസമുനിയെ കണ്ടിട്ട് ലജ്ജ തോന്നി വസ്ത്രം ഉടുത്തു. അവർ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ശുകനെ കണ്ടപ്പോൾ ലജ്ജ തോന്നിയില്ല. അതിന്റെ കാരണം അവർ പറഞ്ഞത്, വ്യാസന് സ്ത്രീ എന്നും പുരുഷനും എന്ന ഭേദവുമുണ്ട്. പക്ഷേ ശ്രീ ശുകൻ ബ്രഹ്മമാത്ര സ്വരൂപമാണ്. പിന്നെയും ശൗനക മുനി ചോദിച്ചു, എങ്ങനെയാണ് ഹസ്തിനപുരവാസികൾ ശ്രീ ശുകനെ കാണുന്നത്? പരീക്ഷിത് മഹാരാജാവ് സംഭാഷണം നടത്തുന്നതും ഈ ഭാഗവത സംഹിത ഉണ്ടായതും പിന്നെ എന്ത് കാരണവശാൽ മഹാരാജാവ് രാജ്യം ഉപേക്ഷിച്ച് ഗംഗാതീരത്ത് പ്രായോപ്രവിഷ്ട അനുകരിച്ചതും എല്ലാം ഞങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ സൂതൻ പറഞ്ഞു തുടങ്ങി. ദ്വാപരയുഗം വന്നു ചേർന്നപ്പോൾ പരാശര മഹർഷിയിൽ നിന്ന് പുത്രിയായ സത്യവതിയിൽ വിഷ്ണുവിന്റെ അംശത്താൽ ഒരു മഹാജ്ഞാനി ജനിച്ചു. ആ ജ്ഞാനിയാണ് വ്യാസമഹർഷി. അദ്ദേഹം സൂര്യമണ്ഡലം ഉദിച്ചിരിക്കുന്ന സമയത്ത് സരസ്വതി നദിയിൽ സ്നാനാദികൾ കർമ്മം കഴിഞ്ഞ് ഭൂതഭാവി കാര്യങ്ങളെ കുറിച്ച് അറിയുന്ന അദ്ദേഹം ഓരോ യുഗത്തിലും കാലശക്തിയാൽ ഭൂമിയിൽ ഓരോ വസ്തുക്കൾക്ക് വന്നിരിക്കുന്ന ക്ഷയത്തെയും പിന്നെ ഭാഗ്യശൂന്യരായതും ആയുസ് കുറഞ്ഞവരുമായ മനുഷ്യനെ ഉദ്ദേശിച്ച് എല്ലാ വർണ്ണാശ്രമങ്ങൾക്കും ഹിതമായ ചാതുർഹോത്രം എന്ന കർമ്മം ജനങ്ങൾക്ക് ശ്രേഷ്ഠമായെന്ന് തോന്നി കരുതി യജ്ഞകർമ്മത്തിന് നിലനിൽപ്പിന് വേണ്ടി വേദത്തെ 4 തരംതിരിച്ചു. ഋക്ക്, യജുസ്, സാമം, അഥർവം. പിന്നെ ഇതിഹാസവും പുരാണവും 5-ാമതായി പറയപ്പെടുന്നു. അതിനെ ശിഷ്യ സമൂഹമായ പൈലൻ മുനിക്ക് ഋഗ്വേദവും, ജൈമിനി മുനിക്ക് സാമവേദവും, വൈശമ്പായൻ മുനിക്ക് യജുർവേദവും, സുമന്തു മുനിക്ക് അഥർവ സുക്തങ്ങളും, പിന്നെ സൂതന്റെ പിതാവായ രോമഹർഷന് ഇതിഹാസങ്ങളും പുരാണങ്ങളും ധരിക്കപ്പെട്ടു. പിന്നെ അവിടെ ശിഷ്യന്മാരാൽ വേദങ്ങൾ പല ശാഖകളോട് കൂടിയതായി. സ്ത്രീ, ശൂദ്ര, ബ്രാഹ്മണ, വൈശ്യവർക്ക് അധർമ്മം ആയവർക്ക് ശ്രേയസ്സുണ്ടാവാൻ ഭാരതം എന്ന ഇതിഹാസം നിർമ്മിച്ചു. ഇതെല്ലാം രചിച്ചിട്ടും വ്യാസമഹർഷിയുടെ താതാത്മ്യം, അതായത് ആത്മതൃപ്തി പ്രാപിക്കാത്തതുപോലെ തോന്നുകയും ഖേദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭാഗവതോത്തമനായ ശ്രീ നാരദൻ അവിടെ എത്തി. വേദവ്യാസർക്ക് അനുഭവപ്പെട്ട ആത്മവ്യഗ്രതയാണ് ഭാഗവത സംഹിതാരചനയ്ക്ക് കാരണം. അതാണ് കാരണഭൂതമായത് എന്ന് സൂതൻ ശൗനകാദിയോട് വ്യാസചരിതം പറയുന്നു. ഹരി ഓം. ഇതാണ് ഈ അധ്യായത്തിലെ സാരാംശം. സർവത്ര ബോധനം.